മനുഷ്യനങ്ങനെ പുരോഗമിച്ചു പോകുന്നു. അങ്ങനെ അവന് സ്വാഭാവികതയിൽ ധാർമ്മികത കൈവരുന്നു. അല്ലാതെ പുറത്തുനിന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട, അഥവാ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കണ്ട, മതങ്ങൾ പഠിപ്പിക്കണ്ട, ദൈവങ്ങൾ പഠിപ്പിക്കണ്ട, അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ലഹരിയുടെ ഉപയോഗം ഇന്ന് വ്യാപകമായി വർദ്ധിക്കുന്നല്ലോ. ആ ലഹരിയുടെ വർധനവ്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസും എക്സൈസ് വകുപ്പും അധ്യാപകരും സംഘടനകളും മതസംഘടനകളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കുന്നു. എന്തിന്? മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചതുകൊണ്ട് അതിനൊന്ന് നിയന്ത്രണത്തിൽ വരുത്താൻ. എന്തിനാണ് നിയന്ത്രണത്തിൽ വരുത്തുന്നത്? ലഹരി തിന്മയാണെന്ന് ആരാ പറഞ്ഞത്? എങ്ങനെയാ ലഹരി തിന്മയാണ് എന്ന് പറയാൻ സാധിക്കുക? നേരത്തെ പറഞ്ഞ ആധുനിക മനുഷ്യനാണ് എന്ന് പറഞ്ഞ വ്യക്തി, അയാൾക്ക് ഈ ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന മാരകമായ ദുരന്തങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലഹരി വസ്തുക്കളൊക്കെ ആളുകൾ ഉപയോഗിക്കട്ടെ എന്ന്. ലഹരി വസ്തുക്കൾ, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാണ് അയാൾ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. പിന്നെയോ ലഹരി ഉപയോഗിച്ച് എത്ര കാലം ഒരാൾ ജീവിക്കണം? എപ്പോഴെങ്കിലുമൊക്കെ അറിയാതെ തുടങ്ങിപ്പോയ ഒരു കുട്ടികളുണ്ടെങ്കിൽ പ്രായമാകുന്നതിന് മുമ്പ് മക്കളെ നിങ്ങളത് നിർത്തിക്കോളൂ, ഒന്ന് അവസാനിപ്പിക്കണേ എന്നാണോ അയാൾ പറയണത്? എത്ര കാലമാണ് ലഹരി ഉപയോഗിക്കേണ്ടത്? ആധുനിക മനുഷ്യൻ പറയട്ടെ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും, വേദനിച്ച് മരിക്കണ്ട അല്ലേ? മുസ്ലിങ്ങളാണല്ലോ ഈ സദസ്സിലിരിക്കുന്നവരിൽ കൂടുതലും. എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്തെ ആഗ്രഹം? നന്നാവണം, റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം, നന്മകൾ അധികരിപ്പിക്കണം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, അല്ലേ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? മുസ്ലിങ്ങൾ മാത്രമല്ല, ഏത് മതവിശ്വാസികളാണ് അവസാന കാലത്ത് ജീവിതം നന്നാക്കാൻ ആഗ്രഹിക്കാത്തത്? ഏവരും ആഗ്രഹിക്കും. ഇയാളുടെ വാദപ്രകാരം ഇയാളുടെ ജീവിതാവസാനം ഇയാൾ നന്നാക്കുകയാണ്. വളരെ മനോഹരമായി ലഹരി ഉപയോഗിച്ച് മരിക്കണം, അത് അയാളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നല്ല മരണമാണ്. അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഏതെങ്കിലും മതവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ പരിണാമത്തിലൂടെ അങ്ങനെ മനുഷ്യന് ധാർമ്മികത കൈവന്നുകൊള്ളുമെന്നത്, ഈ ധാർമ്മികതയെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? കോമൺ സെൻസിലൂടെ മനുഷ്യർക്ക് ധാർമ്മികത ലഭിക്കും. അങ്ങനെ ശരി തെറ്റൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട, അതൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാകുന്നതാണ്. എന്നാൽ ഒരാളുടെ കോമൺ സെൻസ് കേട്ടു നോക്കൂ. എൻ്റെ അടുത്ത് വേറൊരു ഭയങ്കര തമാശയിൽ ഒരാളിങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അത് ഇതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ കോഴിമുട്ട പുഴുങ്ങി തിന്നാറില്ല ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ചേട്ടൻ്റെ മനസ്സിൽ ഒരു കോഴിമുട്ടയിൽ അങ്ങനെയാണെങ്കിൽ ജീവൻ ഉണ്ടാവണമല്ലോ. ചേട്ടൻ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. കോഴിമുട്ട ചേട്ടൻ പുഴുങ്ങി തിന്നാറില്ല, അല്ലെങ്കിൽ ബുൾസൈ അടിക്കാറില്ലേ? അതിൽ ജീവനില്ലാത്തതുകൊണ്ടാണ്. എന്താ വിഷയം? കോഴിമുട്ട കഴിക്കലില്ല നിങ്ങൾ? ഉണ്ട്. കോഴിമുട്ട കഴിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിക്കലുണ്ടോ, ഞാനിതാ ഒരു കോഴിയെ കൊലപ്പെടുത്തുന്നു, കോഴിയായി ചിന്തിക്കലില്ലല്ലോ. അത്ര ഉള്ളൂ. എന്ത്? ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങിയ ഒരു മനുഷ്യജീവൻ അത് ഗർഭപാത്രത്തിൽ വെച്ച് നശിപ്പിച്ചു കളയുന്ന, അബോർഷൻ ചെയ്യുന്നതിനെ പറ്റി ഈ കോമൺ സെൻസുകാരൻ്റെ വാദം എന്താ? സിമ്പിളാണെന്നാണ്. കോമൺ സെൻസ് അത് പ്രശ്നം, അത് കോമൺ സെൻസ് അല്ലേ എന്നാണ് നമ്മൾ പറയാം. അല്ല, കോമൺ സെൻസ് കൊണ്ട് അങ്ങനെ ശരിതെറ്റുകൾ തീരുമാനിക്കാമെങ്കിൽ അബോർഷൻ ചെയ്യുന്നത് ശരിയാണ്, അതിലൊരു കുഴപ്പവുമില്ല, കുറ്റബോധം തോന്നേണ്ടതിൽ, അത് കൊലപാതകമല്ല എന്ന് പറയേണ്ടി വരും. പറയാൻ പറ്റുമോ നമുക്ക്?